ചേലക്കര എൻ.ഡി.എ സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണനൊപ്പമാണ് നമ്മളിന്നുള്ളത്. വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് ചേലക്കര. ചേലക്കരയിലെ സ്ഥാനാർത്ഥി ബാലേട്ടൻ എന്നാണ് ഇവിടെ എല്ലാവരും വിളിക്കുന്നത്, എല്ലാവരും അറിയപ്പെടുന്നത് അങ്ങനെ തന്നെയാണ്. എന്തായാലും നമുക്കൊപ്പം ബാലേട്ടനുണ്ട്. ബാലേട്ടൻ വലിയ പോരാട്ടത്തിലാണ്. അതേപോലെ തന്നെ ചരിത്രം സൃഷ്ടിക്കാനായിട്ടുള്ള ഒരു നിയോഗമാണ് ലഭിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ചേലക്കരയിൽ എങ്ങനെയുണ്ട് കാര്യങ്ങൾ, എങ്ങനെയുണ്ട് ചേലക്കരയിലെ പോരാട്ടം ഇപ്പോൾ? ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായ ഒരു പോരാട്ടം നടക്കുന്ന സമയമാണിത്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഇവിടെ വോട്ട് വർധന ഉണ്ടാക്കിയത് BJPക്ക് മാത്രമാണ്. BJP NDA സ്ഥാനാർത്ഥിക്ക് വോട്ട് വർദ്ധിക്കുമ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിൻ്റെ വോട്ട് കുറയുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ഈ ചേലക്കര നിയോജകമണ്ഡലം മുഴുവൻ യാത്ര ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലും കഴിഞ്ഞ 1.5 വർഷമായിട്ട് വളരെ ബൂത്തിൻ്റെ പ്രവർത്തനം വളരെ ശക്തമായി അത് കൃത്യമായ രീതിയിൽ നടപ്പിലാക്കിയതുകൊണ്ട് ഒരു പൂർണ്ണമായ ആത്മവിശ്വാസത്തിലാണ് ഇത്തവണ നമ്മൾ മത്സരത്തെ നേരിടുന്നത്. എന്നാൽ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ NDA നേതൃത്വം ഉണ്ടാക്കിയിട്ടുള്ള ഒരു വോട്ട് വർധനവ് അത് ശരിക്കും ഇടത് വലത് മുന്നണികളെ ഞെട്ടിച്ചിട്ടുണ്ട്. മാത്രമല്ല വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ ഇവിടെ BJPക്കും NDAക്കും ഒക്കെ സാധിച്ചിട്ടില്ലേ? അതെ, അത് വലിയൊരു ആത്മവിശ്വാസം നൽകുകയാണ്. കാരണം കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും മുന്നണികൾ അവരുടെ മുഴുവൻ ശക്തിയും ഇവിടെ സംഭരിച്ചുകൊണ്ടാണ് പ്രവർത്തനം നടത്തിയത്. മുഖ്യമന്ത്രി എല്ലാ പഞ്ചായത്തുകളിലും യാത്ര ചെയ്ത് ഇവിടെ വോട്ടുകൾ ഏകീകരിക്കാൻ നോക്കി. മന്ത്രിമാർ മുഴുവനും ബൂത്തുകൾ ഇറങ്ങി പ്രവർത്തിച്ചു. എന്നിട്ട് പോലും വോട്ട് വർധന ഉണ്ടായത് NDAക്ക് മാത്രമാണ്. അതുതന്നെയാണ് നമ്മുടെ ആത്മവിശ്വാസം. ഇപ്പോൾ എന്തൊക്കെ വിഷയങ്ങളാണ് ഈ ചേലക്കരയെ സംബന്ധിച്ചുള്ള? കാർഷിക മേഖലയുണ്ട്, അതേപോലെ തന്നെ കുടിവെള്ളം തൊട്ട് റോഡ് വരെയുണ്ട്. ഈ മേഖലയിലേക്ക് വിഷയങ്ങൾ നമ്മൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടല്ലേ പ്രചാരണം നടത്തുന്നത്? അതെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വികസിത കേരളം എന്ന കാഴ്ചപ്പാട് NDAയുടെ കാഴ്ചപ്പാടാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നമ്മൾ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ചേലക്കര പോലുള്ളൊരു പ്രദേശം വളരെ പിന്നോക്കം നിൽക്കുന്നൊരു പ്രദേശമാണ്. ഏറ്റവും കൂടുതൽ പട്ടികജാതി വിഭാഗം താമസിക്കുന്ന പ്രദേശം. അതുപോലെ തന്നെ ഇന്ന് പട്ടയം കിട്ടാത്ത ഒട്ടനവധി കുടുംബങ്ങളുണ്ട്. കുടിവെള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അങ്ങനെ അതേപോലെ ചേലക്കരയിലേക്ക് ബൈപ്പാസ് വളരെ കാലങ്ങളായിട്ട് ആളുകൾ കാത്തുകെട്ടിയിരിക്കുന്ന ഒരു ബൈപ്പാസിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെ ഇവിടെ ഇപ്പോൾ എടുത്തു പറയത്തൊക്കെയാണെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒട്ടനവധി മാറ്റങ്ങൾ ചെയ്യാനുള്ള സ്ഥലങ്ങളാണിത്. അതേപോലെ ടൂറിസം മേഖലയ്ക്കൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട്. അതൊന്നും നടപ്പിലാക്കാൻ പറ്റാതെ ഇത് സാധാരണ ഒരു റോഡിൻ്റെ വികസനം എടുത്തു കാട്ടിക്കൊണ്ടാണ് ഇവിടുത്തെ ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷം ഭരിക്കുന്നു. ആ കാലയളവിലൊക്കെ മണ്ഡലത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം കൊണ്ടുവരാൻ അവർക്ക് പറ്റിയിട്ടുണ്ടോ? മാത്രമല്ല അവർ ഈ പൊള്ളയായിട്ടുള്ള വലിയ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടുള്ളൊരു പ്രചരണമാണ് ചേലക്കരയിലടക്കം അഴിച്ചുവിട്ടിട്ടുള്ളത്. 30 വർഷമായിട്ടും ഒരേ രാഷ്ട്രീയ പാർട്ടികളാണ് ഇവിടെ MLA ആയിട്ട് പ്രതിദാനം ചെയ്യുന്നത്. എന്നിട്ടും ഇവിടെ പല ആളുകൾക്കും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ളതുകൊണ്ട് ഈ പ്രദേശത്തിൽ വികസനം എത്തിയിട്ടില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഏറ്റവും നല്ല വിദ്യാഭ്യാസവും അവർക്കുള്ള സൗകര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ പട്ടികജാതി വിഭാഗങ്ങൾ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് കിട്ടില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ അതേപോലെ തന്നെ അവരുടെ ദാരിദ്ര്യത്തെയും അവരുടെ വിദ്യാഭ്യാസത്തെയൊക്കെ അതേപോലെ നിലനിർത്താനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കി. അപ്പോൾ അതിനുശേഷം ഏകദേശം ഒരു 1.5 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വീണ്ടും വരുന്നത്. ആ ഒരു ഘട്ടത്തിൽ നമ്മൾ എത്രത്തോളം പ്രതീക്ഷയിലാണ് ഇവിടെ NDA BJP ഒക്കെ ഉള്ളത്? ഇവിടെ 100% ഒരു പ്രതീക്ഷയുടെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ചേലക്കര മണ്ണിൽ ഇപ്പോൾ നമ്മുടെ പ്രവർത്തനം നടത്തുമ്പോൾ നമുക്കത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിനെതിരെ വലിയൊരു വികാരം ഇവിടെ ഉണ്ട്. അതേപോലെ ഈ NDA UDFനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ചിഹ്നമില്ലാത്തൊരവസ്ഥയും കൂടി ഇവർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും അത് NDAക്ക് അനുകൂലമായിട്ടാണ് മാറുക. തീർച്ചയായിട്ടും ബാലേട്ടൻ വലിയ പ്രതീക്ഷയിലാണ്, വിജയ പ്രതീക്ഷയിലാണ്. കാരണം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമാണ് BJPക്ക് വേണ്ടി ഇവിടെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. അദ്ദേഹം തന്നെ ഇക്കുറിയും മത്സരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ചേലക്കരയിൽ വലിയൊരു മാറ്റം ഉണ്ടാകും, മാറ്റത്തിന് വേണ്ടി ചേലക്കര കൊതിക്കുകയാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. മനുകൃഷ്ണയ്ക്കൊപ്പം സാനു കെ സജീവ്, ജനം, തൃശ്ശൂർ.